പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാൻ അതിലൂടെ ഒരാൾക്ക് കടന്നു പോവാൻ സാധിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കറിയാം, റമദാൻ 1 മുതൽ ഇന്ന് വരെ ഹോസ്പിറ്റലുകളുടെ വരാന്തകളിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു നോമ്പെങ്കിൽ ഒരു നോമ്പ് അതൊന്ന് വീട്ടിൽ നിന്ന് നോൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള ഒരുപാട് രോഗികൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു അതിന് ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വിശുദ്ധ റമദാൻ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. മരിച്ചുപോയ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ പലരും ഇന്ന് ഖബറുകളിലാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും അഫ്റത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നാണ്, നമ്മുടെ അയൽ രാജ്യമായ ഫലസ്തീൻ വല്ലാത്ത ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അൽ ജസീറ എന്ന ഒരു മീഡിയ പുറത്തുവിട്ട ഒരു വലിയ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 6:30 നോമ്പിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ രാത്രി 11 മണിയായിട്ട് പോലും നോമ്പ് തുറക്കാൻ സാധിക്കാത്ത, ഭക്ഷണമില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഫലസ്തീൻ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധത്തിലുള്ള രക്ഷയും സമാധാനവും നൽകുമാറാവട്ടെ. മരിച്ചുപോയ അവർക്ക് അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള 30 ദിനങ്ങളാണ് കടന്നു പോകാനുള്ളത്. അത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ എന്നറിയുകയില്ല. എന്നിരുന്നാലും ഈ വിശുദ്ധ റമദാൻ അതിനെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ കാണാനും, എന്തെല്ലാമാണോ ഈ വിശുദ്ധ റമദാനിൽ എനിക്ക് ചെയ്തു തീർക്കാനുള്ളത് അത് മുഴുവൻ ചെയ്തു തീർക്കാൻ ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതൊരു വലിയ പരാജയമായിരിക്കുമെന്ന് നാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസത്തിലാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ ഖുർആൻ അവതരിപ്പിച്ച ഈ മാസത്തിൽ ഈ ഖുർആൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോഴാണ് ഈ വിശുദ്ധ റമദാൻ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഓതി വെച്ച ആയത്ത് സൂറത്ത് യൂനിസിലെ 37-ാമത്തെ വചനമാണ്. അതിൽ അല്ലാഹു ഖുർആനിന്റെ വലിയ 2-3 പ്രത്യേകതകൾ നമുക്ക് മുൻപിൽ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു ഒന്ന്, ഖുർആൻ അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും പടച്ചുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് അല്ലാഹു പറയുന്നത്. മറ്റൊന്ന്, അത് പൂർവ്വവേദങ്ങളെ അത് സത്യപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഖുർആനിനെ കുറിച്ച് പറയുന്നത് അതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഖുർആനിന്റെ പ്രത്യേകത അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അതുപോലുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ചില ആളുകൾ അവർ പറഞ്ഞിരുന്നു, മുഹമ്മദ് എവിടെ നിന്നോ കൊണ്ടുവന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറുപടി, ഇതുപോലുള്ളൊരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. 1400 വർഷങ്ങളായി ആ വെല്ലുവിളി ഉയർത്തിയിട്ട് ഇന്ന് ഈ 2024 ആവുമ്പോഴത്തേക്കും ഇസ്ലാമിക വിമർശകർക്കോ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്കോ ഖുർആൻ പോലുള്ളൊരു ഗ്രന്ഥം, ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഖുർആൻ അത് എത്രയോ മഹത്വമായ ഗ്രന്ഥമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലാ റൈബ ഫീഹി, അതിലൊരു സംശയവുമില്ല എന്നുള്ളതാണ്.
നിങ്ങൾ ഈ അടുത്തുള്ള മീഡിയകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടാവും. അമേരിക്കയിലെ വിശുദ്ധ റമളാനായിട്ട് 2 വലിയ ചരിത്ര സംഭവങ്ങൾ നടക്കുകയുണ്ടായി. ഒന്ന്, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവിടെയുള്ള അമേരിക്കൻ ഏറ്റവും ഫിലിം ആക്ടറായ വില്യം സ്മിത്ത്, അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിശുദ്ധ ഖുർആനിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചത്, ഖുർആൻ ഞാൻ വായിച്ചു, എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ അത് എന്നെ സഹായിച്ചു എന്ന് അമേരിക്കൻ ഫിലിം ആക്ടർ ഇന്നലകളിൽ മീഡിയകളോട് സംസാരിക്കുകയുണ്ടായി. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ നിന്ന് പുതിയ വന്ന ഒരു വാർത്ത കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റമളാൻ 1-ന് ഒരു യുവതി ടാക്സിയിൽ യാത്ര പോവുകയാണ്. ടാക്സിയിൽ യാത്ര പോയപ്പോൾ എടുത്തൊരു അമേരിക്കൻ പൗരൻ വന്നിരിക്കുകയും ആ അമേരിക്കൻ പൗരൻ വിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗം ഫാത്തിഹയും അൽ ബഖറയും അടങ്ങുന്ന ഭാഗം ഇങ്ങനെ ഓതുകയാണ്. അദ്ദേഹം വിശുദ്ധ റമളാനല്ലേ, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒന്നല്ലേ എന്ന് കരുതി എടുത്തു വന്നിരുന്ന യുവതി, നിങ്ങൾ എന്താണ് വായിക്കുന്നത്? ആദ്യ ഭാഗമാണ് കാണുന്നത്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന വചനമാണ് കാണുന്നത്. ആ യുവതി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, ഇതിൽ സംശയമില്ലേ? ഏതൊരു പുസ്തകം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ സംശയമുണ്ട്, ഇതിലെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം എന്നുള്ളത്. ഈ യുവതി ചോദിച്ചത്, ഇതിൽ സംശയമില്ലേ, ഇത് സംശയമില്ലാത്ത ഗ്രന്ഥമാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, സംശയമില്ലാത്ത ഗ്രന്ഥമാണ്. ഇന്ന് റമളാൻ ഇന്നലകളിലെ പുതിയ വാർത്ത വന്നത്, ആ യുവതി ഇസ്ലാമിലേക്ക് കടന്നുവന്നു എന്നുള്ളതാണ്, ഈ വെളിച്ചത്തിലേക്ക് കടന്നുവന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക വിമർശകർക്കും ഇസ്ലാമിനെ കുറിച്ച് അടുത്തറിയുന്ന ആളുകൾക്കും ഇത് എങ്ങനെയാണ് ഒരു വെളിച്ചമാകുന്നത് എന്ന് നമ്മൾ ഈ വിശുദ്ധ റമളാനിൽ ഒരു പഠനം നടത്തേണ്ടതുണ്ട്. എന്താണ് ഇതിൽ ഇത്രമാത്രം അത്ഭുതങ്ങളുള്ളത്, എന്താണ് ഇതിൽ ഇത്രമാത്രം അത്ഭുതങ്ങളുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മൾക്ക് നമ്മുടെ കീശയിലും മേശയിലും മലമാരകളിലും ഉണ്ടാകുമ്പോൾ നമുക്കതിന്റെ പ്രാധാന്യവും അതിന്റെ വെളിച്ചവും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അത് നമ്മൾക്ക് അറിയാനും പഠിക്കാനുമാണ് ഈ വിശുദ്ധ റമളാൻ എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സംശയമില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ആ അർത്ഥത്തിൽ ഖുർആൻ നമ്മുടെ മനസ്സിൽ ഒരു വെളിച്ചമായിട്ട് നിൽക്കണം. ഒരാൾ കറുത്ത ഇരുട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അയാളുടെ കയ്യിൽ വെളിച്ചമുണ്ട്, പക്ഷേ ആ വെളിച്ചം അയാൾ കത്തിക്കുന്നില്ല. അയാൾ കത്തിക്കാത്തൊടുത്തോളം കാലം അയാൾക്ക് ആ പ്രകാശം ലഭിക്കുകയില്ല. ഇതുപോലെയാണ് ഖുർആൻ എന്നുള്ളത്. ഖുർആൻ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പിടിച്ചുകിട്ടിട്ടുള്ള, നമ്മുടെ മനസ്സിൽ തള്ളിപ്പിടിച്ചിട്ടുള്ള, നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിധത്തിലുള്ള തിന്മകളെയും എത്രമാത്രം കഴുകി വൃത്തിയാക്കാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത്ഭുതമാണ് ഖുർആൻ. നമ്മുടെ ജീവിതത്തിനെ ഏറെയും നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ ഖുർആൻ നമ്മൾ വായിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴുമാണ് എന്റെ ജീവിതത്തിലെ മുഴുവൻ തിന്മകളിൽ നിന്നും എനിക്ക് മാറി നിൽക്കാൻ ഈ ഖുർആൻ കൊണ്ട് സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ. അതിനേക്കാൾ വലിയ ഒരു വെളിച്ചം ലോകത്തില്ല. പിന്നെ അത് എത്രത്തോളം വെളിച്ചമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതെടുത്ത് പഠിക്കണം, അതെടുത്ത് വായിക്കണം. അത് വായിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ മുഴുവൻ തിന്മകളെയും കഴുകി വൃത്തിയാക്കാൻ നമുക്ക് ഈ ഖുർആൻ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാൻ 10 കഴിഞ്ഞിട്ടും ഖുർആൻ ഒന്ന് അർത്ഥസഹിതം വായിക്കാനോ അതൊന്ന് പഠിക്കാനോ നമുക്ക് സമയം കണ്ടില്ല എങ്കിൽ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വലിയ പരാതി ബോധിപ്പിക്കുന്നുണ്ട് നമ്മളോട്. ഒരു വലിയ പരാതി, ചെറുതൊന്നുമല്ല, ഒരു വലിയ പരാതി ബോധിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പരാതി എന്നോ? അല്ലാഹു സൂചിപ്പിക്കുകയാണ്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അതാണ് പറയാ,
അള്ളാഹുവിന്റെ പ്രവാചകൻ നാളെ പരലോകത്ത് നിന്ന് ചില ആളുകളെ കുറിച്ച് പറയുകയാണ്. വഖാല റസൂലു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, അവർ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഖുർആനിനെ അവർ അവഗണിച്ചു കളഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാണ് അവഗണിക്കുന്നതെന്നോ? നമ്മുടെ ഖബറിനെയാണ് നമ്മൾ അവഗണിക്കുന്നത്. തീർന്നില്ല, നമ്മുടെ വിചാരണയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ള ഓർമ്മയും ബോധവും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മരണമുണ്ട്. ആ മരണത്തിൽ നിന്ന് ഒരാൾക്കും തെന്നിമാറാൻ സാധിക്കുകയില്ല. ആ മരണം യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവ് ഈ പള്ളിയിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുണ്ട്, ഇല്ലേ? എല്ലാവരും ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ജനാസ മയ്യത്ത് നമസ്കരിച്ച് നമ്മളെ പള്ളിക്കാട്ടിലേക്ക്, ഖബറിലേക്ക്, ബർസഖിയായ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോൾ, 3 അടി പിന്നോട്ട് നടക്കുമ്പോൾ, മനുഷ്യർ ഖബറിലേക്ക് വെച്ച് തിരിച്ചു പോരുമ്പോൾ അവിടേക്ക് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അവിടെ ചില ചോദ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാ ഇമാമുക, എന്താണ് നിന്റെ ഇമാം എന്ന് ചോദിക്കുമ്പോൾ, അൽ ഖുർആനു ഇമാമി എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ എടുത്ത് നമ്മൾ വായിക്കണം, പഠിക്കണം. അതിനുവേണ്ടിയാണ് അള്ളാഹു അത് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എല്ലാ റമളാനിലെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തവണ ഹിഫ്ള് പരിശോധിക്കാൻ വരുമായിരുന്നു. അവസാന നാളുകളിൽ, അവസാനത്തെ റമളാനിലാണ് 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ള് പരിശോധിക്കാൻ വന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിശുദ്ധ ഖുർആൻ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. അത് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അർത്ഥസഹിതം അത് പഠിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ കീശയിലും നമ്മുടെ മൊബൈലുകളിലും നമ്മുടെ സെൽഫുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അവഗണിച്ചു കളഞ്ഞു ചില ആളുകൾ. ചില ആളുകൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം അവർ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള ഇരുട്ട് അത് മാറാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ അടങ്ങിപ്പിടിച്ചിട്ടുള്ള മുഴുവൻ തിന്മകളെയും മുഴുവൻ ഇരുട്ടുകളെയും വെളിച്ചമാക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം തിരിച്ചറിയാൻ ഒരൊറ്റ വഴിയുള്ളൂ, രണ്ടാമതൊരു വഴിയില്ല. അള്ളാഹുവും ഞാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധമറിയാൻ ഒരൊറ്റ വഴിയുള്ളൂ. ഏതാണ് ആ വഴിയെന്നോ? ഒരാൾക്ക് എത്രത്തോളം ഖുർആനുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഒരാൾക്ക് എത്രത്തോളം ബന്ധം ഖുർആനിനോടുണ്ടോ അത്രത്തോളം ബന്ധമായിരിക്കും ദയാലുവായ അള്ളാഹുവിനോട് ഒരാൾക്ക് ഉണ്ടായിരിക്കുക. അള്ളാഹുമായിട്ട് നമ്മളെ എത്രമാത്രം സുശക്തമാക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ 2 കാര്യങ്ങൾ, മനുഷ്യൻ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് മഴയും മറ്റൊന്ന് വെളിച്ചവും. ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഘടകങ്ങളാണ്, മഴയും ഒന്ന് വെളിച്ചവും. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എവിടെ നിന്നാണ്? ആകാശലോകത്ത് നിന്നാണ്, അല്ലേ? എന്നാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചതും എവിടെ നിന്നാണ്? ആകാശലോകത്ത് നിന്നാണ്. ജീവിക്കാൻ ആവശ്യമായ 2 കാര്യങ്ങൾ അല്ലാഹു ആകാശലോകത്ത് നിന്ന് നമുക്ക് അയച്ചു തരുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും അല്ലാഹു അവതരിപ്പിച്ചത് ആകാശലോകത്ത് നിന്നാണ്. ഈ തിരിച്ചറിവും ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നത് ഖുർആൻ അറിയുന്ന ആളുകളോടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചകന് കൂടുതലായിട്ടൊന്നും അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹം, സ്വഹാബാക്കൾ, അവർ ആ ഖുർആനിനനുസരിച്ച് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന ഒരു വടിയോരത്തതാ കുറെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
തന്റെ സ്വഹാബത്തിൽ ഒരാളോട് പോയി നോക്കാൻ പറഞ്ഞു. ഒരാൾ പോയി നോക്കി. എന്താണ് അവിടെ? ഒരാൾ ഖബർ കുഴിക്കുകയാണ്. ഖബർ കുഴിക്കുന്നത് മറ്റുള്ളവരിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ഖബർ എന്ന് കേട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെയും കൂട്ടി ഖബറിനരികിലേക്ക് ഓടി എന്നുള്ളതാണ്. ഖബറിനരികിലേക്ക് ഓടി എന്നല്ല, മുട്ടുകൊത്തിയിരുന്ന് മണ്ണിലെ അടിയിലെ മണ്ണ് നനയുന്നതുവരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നതാണ്. എന്നിട്ട് തന്റെ കൂടപ്പിറപ്പുകളെ, ഖുർആൻ അറിയുന്ന തന്റെ സ്വഹാബിമാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്. അയ്യു ഇഖ്വാനി, എന്റെ മിത്രങ്ങളെ, എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, ലിമിസ്ല യൗമ വഇദു, ഇതുപോലുള്ളൊരു ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങണേ എന്നുള്ളത്. ഇതാരോടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്? ഖുർആൻ അറിയുന്ന ആളുകളോടായിരുന്നു. അവർ പിന്നീട് അതിനനുസരിച്ചുള്ള ജീവിതം അവർ ക്രമപ്പെടുത്തി എന്നുള്ളതാണ്. ഇതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ഈ ഖുർആനിന്റെ വഴിയെ നിങ്ങൾ സഞ്ചരിക്കണം. അങ്ങനെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഖുർആൻ നിങ്ങളെ ഏറ്റവും നല്ല വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. ഏറ്റവും നല്ല വഴി. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, വിശ്വാസികളായ ആളുകൾക്ക് ഖുർആൻ സന്തോഷം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന ഖുർആനെ കുറിച്ച് അല്ലാഹു പറയുന്നത്. അതിങ്ങനെ വായിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഭയവും, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സമാധാനവും നൽകുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനെ കുറിച്ച് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. ഇങ്ങനെ ഒരു ഗ്രന്ഥം പിന്നെ ലോകത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഗ്രന്ഥം ലോകത്ത് പിന്നെ പറഞ്ഞിട്ടില്ലാത്തൊരു വാക്കാണ് ഖുർആൻ അവിടെ പ്രയോഗിച്ചത്. മനുഷ്യരെ, നിങ്ങൾക്കുള്ള മുഴുവൻ പ്രയാസങ്ങൾക്കും, നിങ്ങൾക്കുള്ള മുഴുവൻ പ്രതിസന്ധികൾക്കുമുള്ള ഷിഫാ എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നാണ്. മരുന്നാണ് ഖുർആൻ എന്നാ പറഞ്ഞത്. നിങ്ങൾക്കുള്ള മരുന്നാണ് ഖുർആൻ. ഇങ്ങനെ ഒരു ഗ്രന്ഥവും ലോകത്ത് പറഞ്ഞിട്ടില്ല. മരുന്നാണ് ഖുർആൻ. സങ്കടങ്ങളിലെ വിതുമ്പി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. വിധവകളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഒരു പ്രയാസം പറയാതെ മക്കളെ നോക്കിയ ആളുകൾ ഉണ്ടാവും. വിധവകളായ ആളുകൾ വല്ലാത്ത പ്രയാസമായിരിക്കും അവർക്ക് മക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ. ഭർത്താവ് മരിച്ചിട്ടോ ഒഴിവാക്കി പോകുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവര് ഖുർആൻ എടുത്ത് വായിച്ചു നോക്ക് നിങ്ങള്. അവർക്ക് ഖുർആൻ ശിഫാ ആണ്, മരുന്നാണ് ഖുർആൻ. അതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള്, ക്യാൻസർ വന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള്, അവരൊക്കെ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കൂ നിങ്ങള്. അവർക്ക് സമാധാനമാണ് ഖുർആൻ നൽകുന്നത്. അതാണ് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം, ഷിഫാഉൻ. നിങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള മരുന്നാണ് ഖുർആൻ എന്ന് പറയുകയാണ്. എല്ലാ തരത്തിലുള്ള മരുന്നാണ് ഖുർആൻ. ഓരോ മനുഷ്യന്റെയും ജീവിതാനുഭവങ്ങളോടാണ് ഖുർആൻ സംസാരിക്കുന്നത് എന്ന ഖുർആന്റെ പ്രത്യേകത. ഒരു കർഷകനാണോ, ആ കർഷകന്റെ ജീവിതാനുഭവങ്ങളോടായിരിക്കും ഖുർആൻ സംസാരിക്കുക. ഒരു ഡ്രൈവറാണോ, ആ ഡ്രൈവറിന്റെ ജീവിതാനുഭവങ്ങളോടായിരിക്കും ഖുർആൻ സംസാരിക്കുക. ഒരു അധ്യാപകനാണോ, ആ അധ്യാപകന്റെ ജീവിതാനുഭവങ്ങളോടായിരിക്കും ഖുർആൻ സംസാരിക്കുക. ഒരു ശാസ്ത്രജ്ഞനാണോ, ആ ശാസ്ത്രജ്ഞന്റെ ജീവിതാനുഭവങ്ങളോടായിരിക്കും ഖുർആൻ സംസാരിക്കുക. വില്യം കിത്ത്മോർ എന്ന് പറയുന്ന ഒരു വലിയ എംബ്രോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രിട്ടനിലെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു വില്യം കിത്ത്മോർ. വില്യം കിത്ത്മോർ ഒരിക്കൽ തന്റെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം ധാരാളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് MBBS എടുക്കാൻ വേണ്ടി. ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുത്തത് ഗർഭസ്ഥാവസ്ഥയിലുള്ള പരിണാമത്തെ കുറിച്ചാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു അട്ടയെ പോലെ മനുഷ്യൻ ഒട്ടിക്കിടന്ന് അവിടെയുള്ള പരിവർത്തനത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുത്തപ്പോൾ സൗദിയിൽ നിന്ന് വന്ന അഹമ്മദ് എന്ന് പറയുന്ന ബാലൻ പറഞ്ഞു, സാറിനെടുത്ത മുഴുവൻ വിഷയവും ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വില്യം കിത്ത്മോർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. കാരണം വില്യം കിത്ത്മോർ വായിക്കപ്പെടാത്ത പുസ്തകങ്ങളില്ല, വില്യം കിത്ത്മോർ വായിക്കപ്പെടാത്ത രചനകളില്ല. വില്യം കിത്ത്മോർ സമ്മതിച്ചു കൊടുത്തില്ല. ഈ വിദ്യാർത്ഥി തന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ ഖുർആൻ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, സർ, ഇതാ താങ്കൾ എടുത്ത മുഴുവൻ വിഷയങ്ങളും ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം.
അദ്ദേഹം ആ പുസ്തകം വാങ്ങി, ഖുർആൻ വാങ്ങി. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. 2 ദിവസമല്ല, 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഇത് തിരിച്ചു തരുന്നില്ല. ഈ വിദ്യാർത്ഥി പോയി ചോദിച്ചു, സാർ, ഞാൻ എന്നും മഗ്‌രിബിന് ശേഷം ഓതുന്ന എന്റെ പുസ്തകമാണ്, എനിക്കത് തരണം. അദ്ദേഹം കൊടുത്തില്ല. അദ്ദേഹം പഠനം നടത്തുകയാണ്. കാരണം അദ്ദേഹം ഇന്നിതുവരെ വായിക്കപ്പെടാത്ത സത്യങ്ങളും ഇന്നിതുവരെ കേൾക്കപ്പെടാത്ത യാഥാർത്ഥ്യങ്ങളും അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പിന്നീട് ജിദ്ദയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സയൻസ് എക്സിബിഷനിൽ ഒരു വലിയ പ്രഭാഷണം അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹം പ്രസംഗിച്ച ഒരു വലിയ പ്രഭാഷണം. ആ പ്രസംഗത്തിന്റെ തുടക്കം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അദ്ദേഹം പിന്നീട് ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഖുർആനിലും ബൈബിളിലും ശാസ്ത്രത്തിലും എന്ന് പറയുന്ന ഒരു പുസ്തകം പിന്നീട് അദ്ദേഹം എഴുതുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ആ ശാസ്ത്രജ്ഞന്റെ ജീവിതാനുഭവങ്ങളോട് ഖുർആൻ സംസാരിച്ചു. മഹത്തായ ഗ്രന്ഥമാണ്, വലിയ ഗ്രന്ഥമാണ് ഇത്. ഓരോ വ്യക്തിക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഖുർആനൻ അറബിയ, അറബി ഭാഷയിലാണ് ഖുർആൻ അത് ഇറക്കിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും യത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഭക്തരായിട്ട് മടങ്ങാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇത്രയും വലിയ അർത്ഥതലങ്ങളുള്ള ഈ ഖുർആൻ എടുത്തു വായിക്കാൻ ഈ റമദാൻ 10 ആയിട്ടും 10 കഴിഞ്ഞിട്ടും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, വലിയ പരാജയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അറിയുന്ന ഭാഷയിലാണ് ഖുർആൻ ഇറക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കതിന്റെ അർത്ഥതലങ്ങൾ എടുത്തു വായിച്ചു നോക്കൂ നിങ്ങൾ. തിരൂരിനടുത്ത് തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ജനിച്ച സ്ഥലമാണ്. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ മലയാള ഭാഷയുടെ പഴയ ലിപികളുണ്ട്. പല അക്ഷരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഖുർആനെ കുറിച്ച് പറയുന്നത് ഖുർആൻ അങ്ങനെയല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഖുർആനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള അഴുക്കുകളിൽ നിന്നും തിന്മകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളത്. അങ്ങനെ മാറിയവരായിരുന്നു മഹാരഥന്മാരായ സ്വഹാബിമാർ. അവർ ഖുർആൻ പഠിച്ചു, മത്സരിച്ചവർ പഠിച്ചു. അവരുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളും അവർക്ക് നിർമാർജനം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അല്ലാഹ് എന്ന് പറയുന്ന ശക്തിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അവർക്ക് ഖുർആൻ കൊണ്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് അല്ലാഹു പ്രവാചകനോട് പറയുന്നുണ്ട്, ഫദക്കിർ ബിൽ ഖുർആൻ, പ്രവാചകനെ നീ ഖുർആൻ കൊണ്ട് സംസാരിക്ക്. മൻ യഖാഫു വഈദ്, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് ചില ആയത്തുകൾ മതി എന്നുള്ളതാണ്. കുറേയൊന്നും വേണ്ടവർക്ക് ചില ആയത്തുകൾ മതി എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ വാർത്ത അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. എന്റെ റസൂല് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊല്ലുമെന്ന് പറയാൻ തുടങ്ങി ഉമർ റളിയല്ലാഹു അൻഹു. അവിടെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഓതി കൊടുത്തത്. മരണം എല്ലാവർക്കും ഉണ്ടാകും, മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് തുടങ്ങുന്ന വചനങ്ങൾ ഓതിയപ്പോഴേക്കും ഉമർ അടങ്ങി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന ഒരു ഖുർആൻ, ആ ഖുർആനെ എടുത്ത് പഠിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തെ കുറിച്ച് നമുക്കറിയാം. എല്ലാവിധത്തിലുള്ള ലഹരികളിലും അധാർമികതകളിലും ജീവിച്ചിരുന്ന പ്രവാചകന്റെ പ്രബോധിത സമൂഹം, അവരെയാണ് പ്രവാചകൻ ഖുർആൻ കൊണ്ട് മാറ്റിയത്. പലിശ വ്യാപനമായിട്ട് നടത്തിയിരുന്ന ആളുകളായിരുന്നു. ഖുർആനിന്റെ ഒറ്റ തവണയുടെ പ്രയോഗമാണ് പലിശ നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ പലിശ കൂടി എടുക്കട്ടെ എന്നല്ല ചോദിച്ചത്, അതിൽ നിന്ന് സമ്പൂർണമായി അവർ മാറി. മദ്യം നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ വിധത്തിലുള്ള മദ്യത്തിന്റെ വീപ്പക്കുറ്റികളും അടിച്ചു പൊട്ടിച്ചു അവര്. കാരണം ഖുർആനിന്റെ പ്രഖ്യാപനമാണത്. എത്രത്തോളം അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അവർക്ക് വിശുദ്ധ ഖുർആൻ നൽകി എന്നുള്ളതാണ്. ഇത് പഠിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ കഴിയും. അർത്ഥസഹിതം നമ്മൾ ഈ ഒരു റമദാൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നബവ് വരെ അമ്മയത്തെ സാഅലുൻ വരെ ഒരു തവണയെങ്കിലും അർത്ഥസഹിതം നമ്മൾ വായിക്കണം. ഇമാം ഇവിടെ നിന്ന് അൽ ഖാരിഅ എന്ന ചെറിയ സൂറത്ത് ഓതുകയാണ്. എന്താ അതിന്റെ അർത്ഥം? ആ ഭയങ്കരമായ സംഭവം ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് നമുക്ക് അതിന്റെ ഇമാമിന്റെ ബേക്കിൽ നിൽക്കുന്ന നമുക്കറിയാൻ കഴിയണമെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. അപ്പൊ വലിയ മാറ്റമായിരിക്കും നമുക്കുണ്ടാവുക.
കണ്ണ് നഷ്ടപ്പെട്ട മനുഷ്യനായ മുഹമ്മദ് അസദ് പറയുന്നുണ്ട്, ഞാൻ ഖുർആൻ എനിക്ക് അർത്ഥം അറിയാൻ കഴിയുമാ രീതിയിലേക്ക് ഒരു ഖുർആൻ എനിക്ക് ലഭിച്ചത് 1.5 കൊല്ലം ഖുർആൻ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാറ്റമുണ്ടാവാൻ, ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നൽകുന്ന ഈ വിശുദ്ധമായ റമളാനിൽ അതോടൊപ്പം വിശുദ്ധ ഖുർആനിന്റെ പാരായണം കൂടെ നമ്മൾ ചേർത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും വലിയ ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശുപാർശയായിട്ട് ഖുർആൻ നമ്മളെ സമീപിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശുപാർശയ്ക്ക് വേണ്ടി ഓരോ പ്രവാചകന്മാരെ സമീപിക്കുമ്പോൾ അതാ അവിടെ ഖുർആൻ വരുന്നു. ചില ആളുകളെ എടുത്തു പറയുന്നു, ഇതാ അവൻ എനിക്ക് വേണ്ടി പാരായണം ചെയ്തവനാണ്, അവന്റെ ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹു ചില ആളുകളെ കുറിച്ച് പറയുമെന്നുള്ളതാണ്. അള്ളാഹു അതിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വേറ്റ് ഖുർആൻ എന്നൊരു പുസ്തകമുണ്ട്. ഖുർആനിലേക്കുള്ള പാത എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഖുർആൻ എത്ര, അതിലൊരു വരി ഇങ്ങനെയാണ്, ഖുർആൻ എത്ര അരികിലുണ്ടെങ്കിലും പലരും അത് ശ്രദ്ധിക്കാറില്ല. പലരും അതിന്റെ കവാടത്തിൽ നിന്ന് പിരിയും. ഇനിയിപ്പോ അടുത്ത റമളാൻ ഓതാ എന്ന് പറഞ്ഞ് ചിലര് പിരിഞ്ഞു പോകും. ചിലര് അത് മുഴുവനായിട്ടും ഓതും, പക്ഷേ ഒഴിഞ്ഞ കയ്യോടെയായിരിക്കും ചിലർ തിരിച്ചു പോവുക എന്ന്. മുഴുവനായിട്ടും പാരായണം ചെയ്യും, പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് സ്വാധീനിക്കൂല. അങ്ങനെയല്ല ആവരുത് ഖുർആൻ. ഒരായത്തോതുമ്പോൾ അത് നമുക്ക് ഭയം വേണം എന്നുള്ളതാണ്, പേടി വേണം എന്നുള്ളതാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ക്ലാസുകളിൽ നിന്നും ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രവാചകന്റെ അധിക ക്ലാസ്സിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പോയിരുന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അർത്ഥം പഠിച്ചു. ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ചിട്ട് ഒരു കുട്ടിയെ പോലെ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വായിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഖുർആൻ. അപ്പോഴാണ് ഖുർആന്റെ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്നലകളിൽ നമ്മൾ കണ്ടില്ലേ, ഒരു കറുത്തവനായി എന്നതിന്റെ പേരിൽ കലാ സാംസ്കാരിക മേഖലകളിലെ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെ നീ കറുത്തവനാണടാ, നിന്നെ പരിപാടികളിലേക്ക് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ മേഖലകളിലെ ആളുകളും എഴുതാൻ തുടങ്ങി, അങ്ങനെ പറയാൻ പാടില്ല എന്ന്. എന്നാൽ കണ്ണ് കാണാൻ കഴിയാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്നപ്പോൾ ഒന്ന് പരിഗണിച്ചില്ല എന്നതിന്റെ പേരിൽ, കണ്ണ് കാണാൻ കഴിയാത്ത മനുഷ്യനാണ്, കാണാൻ പോലും കഴിയില്ല, റസൂൽ എന്നെ പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കൂ നിങ്ങൾ. അവിടെയാണ് 5-6 ആയത്തുകൾ പ്രവാചകനെതിരെ ഇറങ്ങിയത്. എന്തുകൊണ്ടാണ് നീ കണ്ണ് കാണാൻ കഴിയാത്ത ഒരാളെ പരിഗണിക്കാത്തത് എന്നുള്ളത് നോക്കൂ നിങ്ങൾ. ഇന്നലെ കറുത്തവനായ ഒരാളെ പരിഗണിച്ചില്ല, അവന് കറുത്തവനാണ് എന്ന മുദ്ര കുത്തിയപ്പോഴേക്കും സോഷ്യൽ മീഡിയകൾ മുഴുവൻ അദ്ദേഹത്തിന് അനുകൂലമായി എഴുതിയപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കണ്ണ് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യനെ പോലും പരിഗണിക്കാതിരിക്കരുത് എന്ന വലിയ സന്ദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വലിയ മഹത്വമായ ഗ്രന്ഥമാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും അതിനനുസരിച്ച് ജീവിക്കാനും ഈ വിശുദ്ധ റമളാനിൽ നമുക്ക് സാധിച്ചാൽ വലിയ വിജയികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.